മക്കളെ, നിങ്ങൾക്ക് നാളെ എക്സാം ആണല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാമിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അവസാനം വരെ, ഈ വീഡിയോ അവസാനം വരെ കാണുക, കണ്ടിട്ട് പഠിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഇതിന് മുമ്പ് 2 ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടെ കാണണം. അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതിന് മുമ്പ് സാമഗ്രിയുടെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതൊക്കെ കാണണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിവിടെ കളറാണ് പറയുന്നത്. കളറ് ലാൽ. ലാൽ പറഞ്ഞാൽ ചുവപ്പ് അല്ലേ? ലാൽ, ചുവപ്പിനെയാണ് ലാൽ എന്ന് പറയുന്നത്. റെഡ്. ഹര പച്ച, ഗ്രീൻ. ഹര. ഹര പറഞ്ഞാൽ പച്ച. കാല കറുപ്പ്. നീല. നീല കളറിനെയാണ് നീല എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് കളറിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ആൻസർ ഒരു സൈഡിൽ തരും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ശരിയായത് കണ്ടെത്തി എഴുതാം. ഓക്കെ. അപ്പം ലാൽ പറഞ്ഞാൽ ചുവപ്പ്, ഹര പച്ച, കാല കറുപ്പ്, നീല നീല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ 1 മുതൽ 10 വരെയുള്ളത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒന്നുകൂടെ 1 മുതൽ 10 വരെ 1 2 3 4 5 6 7 8 9 10 അത് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി ഒന്നുകൂടെ പഠിക്കുക. ഇനി നമുക്ക് ഈ കളർ തന്നെ ഒന്നുകൂടെ നോക്കാം. താഴെ ബൂര. ബൂര പറഞ്ഞാൽ ബ്രൗൺ കളറിനെയാണ് ബൂര എന്ന് പറയുന്നത്. ബൂര ബ്രൗൺ കളർ. പീല, നമ്മൾ നേരത്തെ പീല. പീല എന്താണ്? പീല പറഞ്ഞ എന്താണ്? മഞ്ഞ. പീല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കളർ ഇവിടെ ഉണ്ട്. ഹര. ഹര. ഹര പച്ച, ലാൽ ചുവപ്പ്, കാല കറുപ്പ്. ഇത് 3 നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പീല മഞ്ഞ, അതുപോലെ തന്നെ ബൂര. ബൂര പറഞ്ഞ എന്താണ്? ബ്രൗൺ. ബ്രൗൺ കളറിനെയാണ് ബൂര എന്ന് പറയുന്നത്. പീല എന്ന് പറയുന്നത് മഞ്ഞ കളറിനെയാണ് പീല. പീല പറഞ്ഞ എന്താണ്? മഞ്ഞ. ഹര പച്ച, ലാൽ ചുവപ്പ്, കാല കറുപ്പ്. ഓക്കെ. അപ്പോൾ ഈ നിറങ്ങൾ നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ 10 വരെയുള്ള എണ്ണവും ഒന്നുകൂടെ എഴുതി പഠിക്കുക. അടുത്ത നോക്കാം. അടുത്ത വർക്ക് സഹി മിലാൻ കരയാണ്. നിങ്ങൾ കുറച്ച് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ പേരുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അതെല്ലാം ഒന്നുകൂടെ ഒന്ന് ഓർത്ത് വെക്കണം. ചിടിയ. ചിടിയ എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് എന്നോട് കാണിച്ചത് ചിടിയാണ് അല്ലേ? എന്താണ് ചിടിയ? ചിടിയ പറഞ്ഞ പക്ഷിയാണ് അല്ലേ? എവിടെയാണ് പക്ഷി? ഇതാ പക്ഷി. ചിടിയ. ചിടിയ പറഞ്ഞ എന്താണ്? പക്ഷിയാണ്. അടുത്തത് ബന്ദറാണ് എഴുതിയത്. ബന്ദർ. എന്താണ് ബന്ദർ? ബന്ദർ. ഇതാ ബന്ദർ, മങ്കി. പിന്നീട് ഗിൽഹരി. ഗിൽഹരി. ഗിൽഹരി ഇതാണ് ഗിൽഹരി. അടുത്തതോ തിത്തലിയാണ്. തിത്തലി. തിത്തലി പറഞ്ഞ എന്താണ്? പൂമ്പാറ്റയാണ്. തിത്തലി അല്ലേ? തിത്തലി പൂമ്പാറ്റ. ഓക്കെ. ഇതൊക്കെ നിങ്ങൾ വർക്ക് ചെയ്തതാണ്. ഒന്നുകൂടെ ചെയ്തിട്ട് പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഇനി വേറെയും പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ പേരുണ്ടായിരിക്കും, അതുകൂടെ പഠിക്കാം. ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സന്തര അല്ലേ? സന്തര ഏക് ദോ ബാലു. അവരുടെ ഒരു ബാച്ചിത്താണ് പിന്നീട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. ബാച്ചിത്ത്. വാർത്താലാപ തയ്യാർ കരയും എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിന് നിങ്ങൾക്ക് വേണ്ട സെൻറ്റൻസ് ഒരു പക്ഷേ അവിടെ സൈഡിൽ തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളത് നോക്കിയിട്ട് ഉചിതമായ സ്ഥാനങ്ങളിലേക്ക് എഴുതി കൊടുക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ നോക്കാം. സന്തര. സന്തര ബാലു കെ ഹാത്തോം സേ ഹം ബച്ച് ഗയെ എന്ന് പറയണം. ഒന്നാമത്തെ സന്തര ഓറഞ്ച് പറയാണ്. ബാലുവിൻ്റെ കൈകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ രണ്ടാമത്തെ ഓറഞ്ച് പറയുന്നു ഹാ ബച്ച് ഗയെ, അതെ അതെ രക്ഷപ്പെട്ടു. സന്തര ഒന്നാമത്തെ സന്തര വീണ്ടും പറയാണ് വഹു ബാലു ക്രൂർ ഹേ, ആ ബാലു ക്രൂരനാണ്. രണ്ടാമത്തെ സന്തര പറയുന്നു ജോർ സേ മുജേ പക്കട, അതെ എന്നെ ശക്തമായിട്ട് മുറുക്ക പിടിച്ചു. അപ്പോൾ ഒന്നാമത്തെ സന്തര വീണ്ടും ചോദിക്കുകയാണ് ക്യാ ദർദ് ഹേ, വേദനിച്ചോ എന്ന് ചോദിക്കാം. രണ്ടാമത്തെ സന്തര പറയുന്നു ഹാ ദർദ് ഹോ രഹാ ഹേ, അതെ അതെ വേദനിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സന്തര പറയാണ് ഗർ ജായേം, വീട്ടിൽ പോകാം. ഓക്കെ. അപ്പം നിങ്ങൾ ഇത് ഓർഡർ അനുസരിച്ച് നോക്കിയിട്ട് അർത്ഥം മനസ്സിലാക്കി ഓർഡർ അനുസരിച്ചിട്ട് എഴുതാം. നിങ്ങൾക്ക് തന്നിരിക്കും, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ആൻസർ. അത് നോക്കിയിട്ട് ആരാണോ പറഞ്ഞത് ആ സ്ഥാനത്തേക്ക് എഴുതി കൊടുക്കുക. ഓക്കെ. വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. ഒരു 2-3 പ്രാവശ്യം ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓരോന്നും ചെയ്യേണ്ട രീതിയിൽ നിങ്ങൾ ചെയ്യാം. ഓക്കെ.